ചെകുത്താന്മാരെ സേവിക്കുന്ന ആചാരങ്ങൾ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി യുവത്വം നിലനിർത്തുന്ന പരിപാടി, ട്രാൻസ് മൂവ്മെന്റ്, ലോകത്തെ മുഴുവനും ലോക്ക്ഡൌണിലാക്കിയ മഹാമാരി, ചെറിയ കുട്ടികളെ സെക്ഷലി അബ്യൂസ് ചെയ്ത് കൊന്നുകൊണ്ട് അവരുടെ മാംസം ഭക്ഷിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് എപ്സ്റ്റീൻ ഫയൽ ചൂണ്ടിക്കാട്ടുന്നത്. ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ? ഒരു ടീച്ചറിൽ നിന്നും തുടങ്ങി പിന്നീട് പല കോടീശ്വരന്മാരുടെയും ഫൈനാൻഷ്യൽ അഡ്വൈസർ. തൻ്റെ പ്രൈവറ്റ് ഐലൻഡായ ലിറ്റിൽ സെന്റ് ജെയിംസിൽ ഒരുപാട് അണ്ടർ ഏജ് ഗേൾസുമായി സെക്ഷൽ പാർട്ടീസ് നടത്തുകയും പല പ്രമുഖരും അതിൽ പങ്കെടുത്തതായും എപ്സ്റ്റീൻ ഫയൽസിൽ നിന്നും വ്യക്തമാണ്. 2014 ഒരു 14-കാരിയുടെ മൊഴിയിലൂടെയാണ് ജെഫ്രി അറസ്റ്റിലാവുന്നത്. 13 മാസത്തോളമുള്ള തൻ്റെ ഫസ്റ്റ് ക്ലാസ് ജയിൽ ജീവിതത്തിന് ശേഷം ജേർണലിസ്റ്റ് ജൂലി കെ ബ്രൗണിന്റെ കേസ് സ്റ്റഡിയിലൂടെയാണ് സംഭവം വീണ്ടും വിവാദമാകുന്നത്. 2019 ജെഫ്രിയുടെ ദുരൂഹത നിറഞ്ഞ ആത്മഹത്യയാണ് പിന്നീട് ലോകം അറിയുന്നത്. 2 പതിറ്റാണ്ടുകളോളം നീണ്ടുനിന്ന ഈ ക്രൂരത ലോകം അറിയാതെ പോയത് അതിന് പിന്നിൽ വലിയ കൈകളുടെ ഫലം മാത്രമാണ്. നമ്മൾക്ക് ലൈഫിൽ അഡ്മയർ ചെയ്ത പല വ്യക്തികളും, ലോക നേതാക്കൾ മുതൽ ഹോളിവുഡ് താരങ്ങളുടെ പേര് വരെ നമുക്കിതിൽ കാണാൻ സാധിക്കും. എപ്സ്റ്റീൻ ഫയൽസ് ഒരു ഭാഗത്ത് കത്ത് നിൽക്കുന്നുണ്ടെങ്കിലും ലോകത്തിനൊരു മാറ്റവുമില്ല. പഴയതുപോലെ ഗ്രാമീസ് അവാർഡ് ഷോകൾ കാണാനും ഈ ക്രൂരന്മാരുടെ പ്രൊഡക്ട്സ് വാങ്ങി കൂട്ടാനും ഇവരൊക്കെ വോട്ട് ചെയ്ത് അധികാരത്തിൽ എത്തിക്കാനും ആളുകളുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്: പുറത്തുവിടാൻ സമ്മതിക്കാതിരുന്ന 6 മില്യണോളം വരുന്ന ഈ ഡോക്യുമെന്റ്സ് പെട്ടെന്നൊരു ദിവസം പബ്ലിക്കാക്കാനുള്ള കാരണം എന്തായിരിക്കും? എലൈറ്റ് സൊസൈറ്റി എന്ത് മൂടി വെക്കാനാണ്, അല്ലെങ്കിൽ എന്ത് പ്ലാൻ ചെയ്യാനായിരിക്കും ഇപ്പോൾ ഈ ഒരു നാടകം കളിക്കുന്നത്? കമന്റ് യുവർ തോട്ട്സ് ബിലോ.